ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഞാൻ ഇവിടെ ഈസി ആയിട്ടുള്ളൊരു കേക്കാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. പഴവും ഈന്തപ്പഴവും പാലും വെച്ചിട്ടുള്ളൊരു കേക്കാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾ കാണണം, ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പം വീഡിയോയിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഈന്തപ്പഴവും പഴവും കൂടെ വെച്ചിട്ടുള്ളതാണ്. ഞാൻ അവിടെ ഈ പഴമാണ് എടുത്തിരിക്കുന്നത്, പച്ചച്ചിങ്ങൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു 15 ഈന്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈന്തപ്പഴം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കി ഇതേ രീതിയിൽ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 3 സ്പൂൺ വെജിറ്റബിൾ ഓയിലൂടെ ഒഴിക്കുകയാണ്. ഇവിടെ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ. എൻ്റെ കൂടെ ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ടു. അതിനുശേഷം 1 കപ്പ് കോക്കോ പൗഡർ ഇട്ടു, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 സ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ആവശ്യത്തിനുള്ള പാലൊഴിച്ചു. അതിനുശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്ന പാത്രം എടുത്തു. അതിനകത്ത് കുറച്ച് ഓയിൽ തേച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് തട്ടണം, ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് മാറിക്കിട്ടാനാട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും ഡ്രൈ ഗ്രേപ്സും ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ അത് ആദ്യം ഒരു പാത്രം വെച്ചു, ഇതിനകത്ത് കമ്പി വെച്ചു. ഞാൻ ശേഷം 5 മിനിറ്റ് ഇത് ചൂടാക്കി വെച്ചിട്ടുണ്ട്, ചൂടാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കേക്ക് മിക്സിങ് വെച്ച് കൊടുക്കാം. അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് 40 മിനിറ്റ് എടുത്തു കേട്ടോ എനിക്കിത് വേവാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പം ചൂടാറിയിട്ടുണ്ട്, സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ ഹെൽത്തിയാണ്, ഞാൻ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല. ഇത് അത്രയ്ക്ക് സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പം ഇനിയും ഞാൻ ഇതേപോലെയുള്ള വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.